അപ്പോൾ എൻ്റെ പേര് ഹരികൃഷ്ണൻ, വീട് പാലക്കാടാണ്. ഞാനിതിൻ്റെ മുന്നേ വർക്ക് ചെയ്തിരുന്നത് ദുബായിലായിരുന്നു. ദുബായിലൊരു ഫാബ്രിക്കേഷൻ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ നമ്മുടെ ഇപ്പോൾ ഈ കോവിഡൊക്കെ വരുന്നതിൻ്റെ ഒരു വർഷം മുന്നേയൊക്കെയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടു തുടങ്ങിയത്. ഈ ഹാക്കർമാർ ഹാക്ക് ചെയ്യുന്ന വീഡിയോകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ കുറച്ച് ക്യൂരിയോസിറ്റി കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പോയിട്ടൊരു ലാപ്പ് വാങ്ങി സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങി. ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ ഒബിയസ്ലി അതിൻ്റെ റിസൾട്ട് കണ്ടു. സെർച്ച് ചെയ്ത് വന്നപ്പോൾ പല ടൈപ്പ് ഓഫ് അറ്റാക്കുകളും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേശ്ശെ ചെയ്തു തുടങ്ങി. വിൻഡോസ് അല്ലാണ്ട് വോയിസ് ഉണ്ടെന്നൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത്. കാളി ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി എന്താണ് ഇത് പെട്ടെന്ന് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെന്താ വഴി എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ വെർച്വൽ ബോക്സ് വഴി ഒരു വെർച്വൽ ബോക്സ് ഉണ്ട് എക്സ്ട്രാ നമ്മുടെ വിൻഡോസിനകത്ത് തന്നെ വേറൊരു വോയിസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ കാളി ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ തുടങ്ങിയതാണ്. മൈൻഡിൽ ഇത് എപ്പോഴും ഒരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലോക്ക്ഡൗൺ വന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓരോ വീഡിയോസ് ഇങ്ങനെ റെഫറൻസൊക്കെ വരുമല്ലോ, നമ്മളിപ്പോൾ റിലേറ്റഡ് വീഡിയോസൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ കണ്ടു തുടങ്ങി. പൊതുവേ മലയാളികൾക്കുള്ള കുറച്ച് പ്രശ്നമാണ്, ഇംഗ്ലീഷ് കേട്ട ഒന്ന് പിന്നാക്കം നിൽക്കും. അപ്പോൾ കേരളത്തിൽ പഠിപ്പിക്കേണ്ടതെന്ന് മനസ്സിലായപ്പോൾ ഓക്കെ ധൈര്യമായി. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കോഴ്സിന് ചേർന്നു. ഓൺലൈനായിരുന്നു, ദുബായിലായിരുന്നു ഓബിയസ്ലി ഓൺലൈൻ. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഓൺലൈനാകുമ്പോൾ നമുക്കെന്താ വെച്ചാൽ ഒരു നേരിട്ട് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈനാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ കുറച്ച് പാടാണ്. നമ്മൾ ഓഫ്ലൈന് ചെയ്യുന്നതിനെക്കാട്ടിലും അതിൻ്റെ ഇരട്ടി എഫേർട്ടുമാണ് ഓൺലൈനിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഓബിയസ്ലി ഇവിടെ ദുബായിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെയാണ് ഇത് പഠിക്കുന്നത്. ഓബിയസ്ലി ക്ലാഷായി എന്ന് മാത്രമല്ല അങ്ങ് ഏകദേശം മടുത്ത രീതിയായി. അപ്പം അങ്ങനെ ഇരുന്ന് ദുബായിൽ നിന്ന് ഈ ലോക്ക്ഡൗൺ സമയത്ത് നാട്ടിൽ വന്ന് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് Ehackify എന്നും എവിടെ ഒന്ന് കണ്ട് അങ്ങ് പോയത്. അപ്പോൾ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈനായി പഠിപ്പിച്ചായിരുന്നു സാറുണ്ടായിരുന്നു. സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഓക്കെ അത് അലി സാറെ അതേപോലെ ശില്പേച്ചി എല്ലാവരും പരിചയമുള്ള ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞു നീ പോയി നോക്ക്. അപ്പോൾ പോയി നോക്കി നിനക്ക് അവിടെ കോഴ്സിന് ചേർന്നിട്ട് നിനക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് ആദ്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നീ ചെയ്യാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ Ehackifyയിൽ ശില്പേച്ചീനെ കോൺടാക്ട് ചെയ്തിട്ട് ശില്പേച്ചീനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അത് തന്നെ പറഞ്ഞു, ഓൺലൈനായിട്ട് എടുക്കണ്ട, ഓഫ്ലൈനായിട്ട് ചെയ്യും. പാലിസാറ് അന്ന് പറഞ്ഞൊരു കാര്യമാണ് ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രൈക്ക് ചെയ്ത്. നിനക്ക് ഇവിടുന്ന് ഈ കോഴ്സ് ഇല്ലെങ്കിൽ ഇവിടുന്ന് പഠിച്ച് ഇറങ്ങണ സമയത്ത് ഒരു ആപ്ലിക്കേഷൻ കണ്ടക്ട് ചെയ്യാൻ എങ്ങനെ ചെയ്യണം, എവിടെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ ഏകദേശം ആ ലെവലിൽ എത്തിപ്പോൾ. പക്ഷേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എനിക്കത് സാധിക്കുമെന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഫസ്റ്റ് ഞാൻ എന്തായിരുന്നു അവസ്ഥ. ആ ഒരു മാറ്റം നമ്മൾ വന്നൊരു പാത്തുണ്ടല്ലോ, ഒരു വഴി, അത് നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം Ehackifyയിൽ വന്നപ്പോൾ എവിടെയായിരുന്നു, ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അലിമാഷ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷു കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ 5 ബഗ് കിട്ടി. ബഗ് ബൗണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു, ആപ്ലിക്കേഷനിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഉള്ളതും ഇപ്പോൾ അലിമാഷ എന്ന് പറഞ്ഞതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു ചേഞ്ച്, ഇവരെടുക്കുന്നതിനുള്ള എഫേർട്ടും അതിൻ്റെ കൂടെ നമ്മളും കൂടി കുറച്ച് എഫേർട്ട് എടുക്കാൻ തയ്യാറായ ഈ ഫീൽഡിൽ നമ്മൾ സക്സസ് ആവും. ടൈം പീരീഡ് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ടെസ്റ്റ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് റിപ്പോർട്ട് വരാം. ബഗ് ബൗണ്ടി തന്നെ. അപ്പോൾ അന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വാലിഡായിട്ട് ബഗ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ബേസിക് ഒരു വെർണബിലിറ്റി ഇല്ലെങ്കിൽ ഒരു ബഗ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് അത് ബേസിക് വർക്ക് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് Ehackify വന്നിട്ട് ഉണ്ടായ റിസൾട്ടുകൾ. പിന്നെ ഇവിടെ Ehackifyയിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ന് പറയില്ല ചില കാര്യങ്ങൾ. അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രെയിനേഴ്സ് ആണെങ്കിലും അതേപോലെ അലിമാഷ്, നെസ്സു, ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എന്തൊരാവശ്യം വന്നാലും ഒരാളല്ലെങ്കിൽ ഒരാൾ എപ്പോഴും നമുക്ക് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിക്ക് ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ട്.
അപ്പോൾ എന്ത് ചോദിച്ചാലും ഒരാളല്ലെങ്കിൽ ഒരാൾ എപ്പോഴും ഉണ്ടാവും. അത് പല സൊല്യൂഷനും അങ്ങനെയാണ് ഞാൻ കണ്ടെത്തുന്നത്. നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിന്നത് ചോദിക്കാൻ പാടുള്ളൂ, പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ഓപ്പണായിട്ട് സംസാരിക്കാം. അതേപോലെ തന്നെ അവർ ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞു തരുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഒരാൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയാണ്. ഈ ഹാക്കിഫൈ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി. നമുക്ക് ഈ കമ്മ്യൂണിറ്റി ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ പരന്ന് കിടക്കല്ലേ, ഇതിന് സോഴ്സ് എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടും. ഒരാൾ തിരക്കാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരാളെ ചോദിച്ചു കഴിഞ്ഞാൽ സോഴ്സ് കിട്ടും. ഇല്ല പറഞ്ഞു തരാൻ ഒരാളുണ്ടെന്നുള്ളത്. ഈ ഹാക്കിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കിലാണെങ്കിൽ എടാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും സോഴ്സ് അയച്ചു തരാം, നീ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയും. ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടായിരിക്കില്ല. നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ സോഴ്സിന് കിട്ടും. പിന്നെ നമ്മളതിൽ കുറച്ച് ഡെവലപ്പ് ചെയ്ത് നമ്മളതിനനുസരിച്ച് ചെക്ക് ചെയ്ത് എടുക്കണം എന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നൊരു നമ്മളൊരു ഫാമിലിയാണ്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പരിചയമില്ല, നമ്മൾ മിണ്ടാതിരിക്കുക അങ്ങനെ ഒന്നുമില്ല. ഓബിയസ്ലി പരിചയമില്ലാത്ത ആളാണോ പോയി പരിചയപ്പെടുക, എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നു. ഏറ്റവും വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി ലെവൽ എവിടെ പോയാലും പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പലരുടെ അടുത്തായിട്ട് ഓപ്പണായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ഡയറക്റ്റ് പുറത്തുനിന്ന് ഒരാൾക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആക്സസോ നമുക്ക് കിട്ടില്ല. നേരെ കുറച്ച് ഈ ഹാക്കിഫൈലാകുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ PAKMD, നെസ്സു, അമ്മനൊക്കെ കണ്ടില്ലേ, എത്ര ചെറിയ പ്രായത്തിൽ വയസ്സിലേക്ക് എടുത്ത്, അതൊക്കെ ഇവരെ സപ്പോർട്ട് തന്നെ. ഇത് നമ്മളൊരു എന്താ പറയുന്നത്, നമുക്ക് മാത്രം ഒരു ഇതിന് സ്ട്രെങ്ത് ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് അതിന് വേണ്ട റിസോഴ്സും കൂടി നമുക്ക് കിട്ടണം. അതേപോലെ തന്നെ നമ്മുടെ റൈഡ് ഗൂഗിളും മൈക്രോസോഫ്റ്റും മാത്രം പങ്കുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് അത് ഈ ഹാക്കിഫൈൽ വന്നുകൊണ്ട് മാത്രം പരിചയപ്പെടുന്ന 100-ൽ 86-ാം സ്ഥാനമാണ്. ഫസ്റ്റ് വേൾഡിൽ 86-ാം സ്ഥാനത്താണ് റൈഡൊക്കെ നിൽക്കുന്നത് ഹാക്കർ വണ്ണിൽ. സോ നമുക്ക് ധൈര്യമായിട്ടൊരു കാര്യം ചോദിക്കാം, റിജക്റ്റ് ചെയ്യില്ല. കുറച്ച് ടൈം ഡിലേ ഉണ്ടായാലും കൂടി എല്ലാവർക്കും അവരുടേതായ തിരക്കുണ്ടല്ലോ. സൈബർ സെക്യൂരിറ്റി ഫീൽഡ് പറയുമ്പോൾ ഓടിപ്പോയിട്ട് അവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് വരാൻ പറ്റിയൊരു അതെ 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 അവർക്കാകുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ എനിക്കറിയാത്തൊരു കാര്യം ഒരാളെൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്കത് ചെക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ റിസോഴ്സ് അയച്ചു കൊടുക്കാൻ. ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് ചെക്കിംഗ് ഒന്നും ഉണ്ടാകും. അവർക്ക് അറിയാം എന്നത് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ റിസോഴ്സ് കിട്ടും. പിന്നെ അതിലെന്തെങ്കിലും ഡൗട്ട് വന്നാൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ രണ്ടാമത് എന്താ, നമ്മൾ പല സ്ഥലത്ത് നമ്മൾ കേൾക്കാത്ത പല ടെക്നോളജീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ചില സൈറ്റിൽ 10 ആണെങ്കിൽ ചിലതിൽ ഇപ്പോഴൊക്കെ 50-60 ടെക്നോളജിയൊക്കെ ഒരു സൈറ്റിനകത്ത് വരുന്നുണ്ട്. സോ ഇതായിട്ട് വായിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്നൊരു സാധനത്തിനെ അറിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയുന്ന സാധനമായിരിക്കും, അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള നെയിം അല്ലെങ്കിൽ വേർഷൻ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് എന്താ പറയുന്നത് മൈൻഡിൽ ഓടിക്കോളൊന്നുമില്ല. അപ്പോൾ എന്താ ഇത് ഇന്ന സാധനമാണെന്ന് പറയുമ്പോൾ ഓക്കെ ബാക്കി ഞാൻ ചെയ്തോളാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്തിരുന്ന് പഠിക്കുന്നത് ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടൈം ഡ്യൂറേഷൻ ഉണ്ടല്ലോ പെട്ടെന്നായി കിട്ടും. ഒരാൾ മെൻറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കപ്പിന് ഒരാളുണ്ട് എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഈ ഹാക്കിഫൈ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ജിതിൻ സാറായാലും ഏത് രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ വിളിച്ച ആൾ സപ്പോർട്ടാണ്. പിന്നെ ഒരു പ്രശ്നമില്ല രാത്രി. അപ്പോൾ ഞാൻ ഇന്നതാണ് ആവശ്യം എന്ന് പറയുമ്പോൾ എന്നാൽ വെയിറ്റ് ചെയ്യും, വാട്സപ്പിൽ എന്താ അതിൻ്റെ റിസോഴ്സ് നിങ്ങൾ അയച്ചു തരും, ഇല്ലെങ്കിൽ പറഞ്ഞു തരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ജോലി വേണമെന്നോ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ വന്നത് ഇവിടെ. ഞാൻ ഡ്രൈവറായിട്ടൊക്കെ ജോലിക്ക് പോയിരുന്നു. എൻ്റെ മെയിൻ ആവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ആപ്ലിക്കേഷനാണ് എൻ്റെ ആവശ്യം, എനിക്കത് പഠിക്കണം. അലിസാറ് അന്ന് തന്നൊരു ഉറപ്പാണ്, ഇവിടുന്ന് നിനക്ക് ഇത് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും എന്താണ് ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ്, കേപ്പബിലിറ്റി കണക്ക് ഉണ്ടാവും. ഓൾറെഡി അതായി. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കോഴ്സൊക്കെ കഴിയാറായി ഇനി പോകുക എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇതുണ്ട്. നമ്മളെന്താ വെച്ചാൽ വല്ലാണ്ടങ്ങ് എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി. വേറൊരു ജോലി സംബന്ധിച്ച് അങ്ങനെയല്ല, ഇതുപോലെ എല്ലാ സെക്യൂരിറ്റി ലെവലിൽ ഡെയിലി പുതിയ വർണ്ണോളിറ്റി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഡെയിലി പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടും.